ഖലീഫ സിനിമയിലെ കാത്തിരുന്ന വമ്പൻ അപ്ഡേറ്റ് ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള വിസ്മയ മോഹൻലാൽ നായികയായിട്ടെത്തുന്ന തുടക്കം എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് തീയതി അപ്ഡേറ്റുകളും അതോടൊപ്പം തന്നെ ഓണം കളക്ഷൻ ഇതാ പുതിയൊരു ചിത്രം കൂടി എത്താൻ പോവുകയാണ്. ഒറ്റക്കൊമ്പൻ സിനിമയുടെ വമ്പൻ അപ്ഡേറ്റുകളടക്കം നിരവധി ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ മാസം തിയേറ്ററിലോട്ടെത്തിയ ചിത്രമാണല്ലോ പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ഐ നോബഡി എന്ന് പറയുന്ന സിനിമ. റോഷാക്ക് എന്ന് പറയുന്ന സിനിമയുടെ വമ്പം വിജയത്തിന് ശേഷം നിസാം ബഷീർ അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പം പരാജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രം ആദ്യ 18 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 15 കോടിക്ക് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 30 കോടിക്ക് അടുത്ത് ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതേസമയം ഈ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമാണല്ലോ ജോജി ജോർജ് കേന്ദ്ര കഥാപാത്രമെത്തിയ വരവ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രം ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 15 കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ. 10 കോടിക്ക് താഴെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ഇതിനോട് തന്നെ ഹിറ്റ് ലിസ്റ്റ് ഇടം നേടിയിട്ടുണ്ട്. ഷാജി കൈലാസ് ആണ് ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വമ്പൻ ഹോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ വമ്പൻ ചിത്രമാണല്ലോ ദി ഒഡീസി എന്ന് പറയുന്ന സിനിമ. ക്രിസ്റ്റഫർ നോളൻ അണിയിച്ചൊരുക്കിയ ചിത്രം വമ്പൻ തരംഗമായിട്ട് മാറുകയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രം 120 കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ സ്വന്തമാക്കിയപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 3000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയാണ് ചിത്രത്തിന്റെ മുന്നേറ്റം. അതേസമയം ഈ ആഴ്ച ഒരു വമ്പൻ ചിത്രം ഹോളിവുഡിൽ നിന്നും റിലീസിനെത്താൻ പോവുകയാണ്. സ്പൈഡർമാൻ സീരീസിലെ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായിട്ട് മാറുകയാണ്. ആദ്യദിനം ഏകദേശം 50 മുതൽ 60 കോടി രൂപ വരെ ചിത്രം സ്വന്തമാക്കാൻ സാധ്യതകളും കാണുന്നുണ്ട്. വമ്പൻ പ്രമോഷനാണ് ചിത്രത്തിനായിട്ട് ഒരുക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 30-ാം തീയതിയാണ് തിയേറ്ററിലോട്ടെത്താൻ പോകുന്നത്. ചിത്രം റെക്കോർഡുകൾ പലതും തിരുത്തി കുറിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അതോടൊപ്പം തന്നെ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഓണം റിലീസായിട്ട് ഓഗസ്റ്റ് മാസം 27-ാം തീയതി റിലീസിനെത്താൻ പോകുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പുറത്തു വന്ന സോങ് പുറത്തു വന്ന് വമ്പൻ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ 4 കോടിക്ക് മുകളിലുള്ള വ്യൂവേഴ്സ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ സോങ്ങിനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആഴ്ച വമ്പൻ ചിത്രങ്ങൾ തന്നെയാണ് തിയേറ്ററിലോട്ടെത്താൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ പ്ലൂട്ടോ എന്ന് പറയുന്ന സിനിമയാണ്. നീരജ് മാധവ് കേന്ദ്ര കഥാപാത്രമെത്തുന്ന ചിത്രത്തിൽ അൽത്താഫ് സലീം, അജു വർഗീസ്, അർഷ ചാന്ദിനി, ബൈജു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട്. ആദിത്യൻ ചന്ദ്രശേഖറാണ് ഈ സിനിമ അണിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു പുത്തൻ സിനിമാനുഭവം തന്നെ സിനിമാ പ്രേമികൾക്ക് നൽകും. ചിത്രത്തിന്റെ പുറത്തുവന്ന ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 30-ാം തീയതിയാണ് തിയേറ്ററിലോട്ടെത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ജൂലൈ മാസം അവസാനം തിയേറ്ററിലോട്ടെത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ, ലിജോമോൾ ജോസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമുള്ള ഉന്മാദം എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 31-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലോട്ടെത്താൻ പോകുന്നത്. ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന കിരൺ ദാസ് ആണ്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പുറത്തു വന്ന ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജൂലൈ മാസം അവസാനം ഇതുവരെ വമ്പൻ വിജയങ്ങളൊന്നും സ്വന്തമാക്കാത്ത ഈ ഒരു മാസം ഈ 2 ചിത്രങ്ങൾ ഏതെങ്കിലും വലിയൊരു ചലനങ്ങൾ തന്നെ തിയേറ്ററിൽ സൃഷ്ടിക്കുന്നതാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണല്ലോ യാഷ് നായകനായിട്ടെത്തുന്ന ടോക്സിക് എന്ന് പറയുന്ന സിനിമ. ഗീതു മോഹൻദാസ് അണിയിച്ചൊരുക്കുന്ന ചിത്രത്തിന്റെ പുറത്തു വന്ന സോങ്ങിനെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു. ചിത്രത്തിന്റെ ടീസർ വമ്പം വിജയമായിട്ട് മാറിയെങ്കിലും സെക്സിന്റെ അതിപ്രസരം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ട്രെയിലർ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 8-ാം തീയതി വരുമെന്നാണ് ഇപ്പോഴത്തെ അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വമ്പ ഹൈപ്പിലെത്തുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പല റെക്കോർഡും തിരുത്തി കുറിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡയറക്ടറുടെ മകൾ വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കം എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലോട്ടെത്താൻ പോകുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിയേറ്ററിൽ വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ചിത്രമാണല്ലോ വിജയ് കേന്ദ്ര കഥാപാത്രമെത്തിയ ജനനായകൻ എന്ന് പറയുന്ന സിനിമ. വിജയ് കേന്ദ്ര കഥാപാത്രമാക്കി എച്ച് വിനോദ് അണിയിച്ചൊരുക്കിയ ചിത്രത്തിൽ പൂജ ഹെഡ്ജ്, മമിത ബൈജു, ബേബി ഡിയോ, പ്രകാശ് രാജ്, പ്രിയാമണി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തി. ഈ വ്യാഴാഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രം ആദ്യ 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 220 കോടി രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു മിക്സ്ഡ് റെസ്പോൺസ് നേടുന്ന ചിത്രത്തിന്, അതും ലീക്കായ ചിത്രത്തിന് നേടാൻ പറ്റുന്ന
ഒരു മാക്സിമം വലിയൊരു തുക തന്നെയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിനും ചിത്രത്തിന് വമ്പൻ തരംഗം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. 12,95,00,000 രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. കർണാടക ബോക്സ് ഓഫീസിനായിട്ട് 24 കോടി രൂപയും ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് 11 കോടി രൂപയും തമിഴ്നാട് ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം 4 ദിവസം കൊണ്ട് 89,50,00,000 രൂപയെ സ്വന്തമാക്കിയപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യനായിട്ട് 14,55,00,000 രൂപ സ്വന്തമാക്കി. ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രം 152 കോടി രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിനായിട്ട് 71,50,00,000 രൂപ സ്വന്തമാക്കി. അങ്ങനെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 223,50,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ജനനായകൻ 400 കോടിക്കടുത്ത് ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഇതിന്റെ ബഡ്ജറ്റ് ഊരിയെടുക്കണമെങ്കിൽ ഇനിയും ചിത്രം വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കേണ്ടി വരും. എന്തൊക്കെയാണ് വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രം സിനിമ ആസ്വാദകർ വലിയ രീതി ആഘോഷമാക്കി മാറ്റുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ ചിത്രം കരാട്ട ചന്ദ്രന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഫഹദ് ഫാസിലിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ റോയിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ചിത്രം 2026 ഫെബ്രുവരി മാസം തിയേറ്ററിലോട്ടെത്തുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാക്കാൻ ലേറ്റ് ആകുന്നതുകൊണ്ടാണ് ചിത്രം റിലീസ് നീണ്ടു പോകുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പണി എന്ന് പറയുന്ന സിനിമയുടെ വമ്പം വിജയത്തിന് ശേഷം ജോജി ജോർജ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമുള്ള പരിപാടി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫൈനൽ ഷൂട്ട് കംപ്ലീറ്റ് ആകാൻ പോവുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നപ്പള്ളിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 24-ാം തീയതി ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തുന്ന അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പണി എന്ന് പറയുന്ന സിനിമ വമ്പം വിജയമായതുപോലെ തന്നെ പരിപാടിയും വമ്പം വിജയമായിട്ട് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായിട്ടുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള ഖലീഫ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ് സുകുമാരനെ കേന്ദ്ര കഥാപാത്രമാക്കി പോക്കിരിരാജ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജ് സുകുമാരനും ഒന്നിക്കുന്ന ചിത്രം ഈ വരുന്ന ഓണം റിലീസായിട്ടാണ് തിയേറ്ററിലോട്ടെത്താൻ പോകുന്നത്. ചിത്രത്തിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഒരു കമിയർ റോൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സോങ്ങിന് പിന്നാലെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്ററും പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 27-ാം തീയതി തിയേറ്ററിലോട്ടെത്തുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ ക്ലാഷ് നേരിടുകയും വമ്പൻ വിജയം സ്വന്തമാക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതേസമയം ദുൽഖർ സൽമാന്റെ ഓണം റിലീസായിട്ട് എത്തുന്ന ചിത്രമുള്ള ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അവസാനഘട്ട പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദുൽഖർ സൽമാന്റെ തന്നെ വേഫർ ഫിലിംസ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. RDX എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നഹാസ് ഹിദായത്ത് അടിയിച്ചിരിക്കുന്ന ചിത്രം ഈ വരുന്ന ഓണം റിലീസായിട്ട് ഓഗസ്റ്റ് മാസം 27-ാം തീയതി തിയേറ്ററിലോട്ടെത്തും. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ഖലീഫയ്ക്കായിരിക്കോ അല്ലെങ്കിൽ ഐ ആം ഗെയിമിനായിരിക്കോ പ്രഷർ ഇടിച്ചു കയറുന്നതെന്ന് അറിയാൻ വേണ്ടിയൊക്കെ. അതോടൊപ്പം തന്നെ തമിഴ് ഹൊറർ സിനിമ ആരാധകർ എന്നും നെഞ്ചിലേറ്റിയ ചിത്രങ്ങളെന്നാണ് ഡിമോണ്ടി കോളനി എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ 2ാം ഭാഗം വമ്പം വിജയമായതിനു ശേഷം 3ാം ഭാഗത്തിനായിട്ടുള്ള കാത്തിരിപ്പിനാണ് സിനിമാ പ്രേമികൾ മൊത്തം. അരുൾനിധി കേന്ദ്ര കഥാപാത്രമെത്തുന്ന ചിത്രം അജയ് ജ്ഞാനമുത്തുവാണ് സംവിധാനം ചെയ്യുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. മികച്ച അഭിപ്രായങ്ങൾ വരുന്ന ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ് തിയേറ്ററിലോട്ടെത്താൻ പോകുന്നത്. വമ്പം വിജയം തന്നെയാണ് സിനിമാ ആസ്വാദകർ ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ധനുഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാജ്കുമാർ പെരിയസ്വാമി അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമുള്ള ഓം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ പ്രധാനപ്പെട്ട റോളിൽ നമ്മുടെ സ്വന്തം മലയാളത്തിലെ സ്വന്തം മമ്മൂക്കയും എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇവരെ കൂടാതെ തന്നെ സായി പല്ലവി, ശ്രീലീല, ഇന്ദ്രൻസ്, നസറുദ്ദീൻ ഷാ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അവസാനഘട്ട ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നാഷണൽ അവാർഡിലെ വിന്നേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ചുള്ള കേക്ക് കട്ട് ചെയ്ത വീഡിയോയും ഇതിലൂടെ തന്നെ സോഷ്യൽ മീഡിയ വമ്പൻ തരംഗമായിട്ട് മാറുകയാണ്. ഓം എന്ന് പറയുന്ന സിനിമ ഒക്ടോബർ മാസം 16-ാം തീയതിയാണ് തിയേറ്ററിലോട്ടെത്താൻ പോകുന്നത്. ജയിലർ 2 ആയിട്ടാണ് ചിത്രം ക്ലാഷ് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയാം. ജയിലർ 2 ആയിരിക്കുമോ അതെയോ ഓം ആയിരിക്കുമോ ദീപാവലി വിന്നറായിട്ട് മാറുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ എക്കാലമായിട്ടും കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സുരേഷ് ഗോപി ചിത്രം. സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമാക്കി ജോഷി അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഇപ്പോഴത്തെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രം ഫൈനൽ ഘട്ട ഷൂട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സുരേഷ് ഗോപിക്കൊപ്പം തന്നെ ഇന്ദ്രജിത് സുകുമാരനും, ദിവ്യ പിള്ള, കബീർ ദുഹാൻ സിംഗ്, വിജയ് രാഘവൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ചിത്രം ഈ വർഷം ലാസ്റ്റ് ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തുന്നതാണ് ഇപ്പോഴത്തെ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫൈനൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിക്കുന്ന അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാം. ചിത്രം ക്രിസ്മസ് റിലീസായിട്ട് എത്തും അല്ലെങ്കിൽ 2027 നീണ്ടുപോകുന്നൊക്കെ അറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമാക്കി
ഗിരീഷ് ഷെഡി ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണല്ലോ ബദ്രഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ. ഓണർ റിലീസായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഒന്നുകൂടിയാണ് ബദ്രഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ. പ്രേമലു അതോടൊപ്പം തന്നെ ജനനായകൻ അടക്കം ഡ്യൂഡ് അടക്കം നിരവധി ചിത്രങ്ങളോടെ തമിഴിലും മലയാളത്തിലോട്ട് വമ്പം വിജയങ്ങൾ സ്വന്തമാക്കിയ മമിത ബൈജു വീണ്ടും മലയാളത്തിലോട്ട് നായികയായിട്ട് എത്തുന്നു എന്നതും ചിത്രത്തിന്റെ ഹൈലൈറ്റ് തന്നെയാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 27-ാം തീയതി ഓണർ റിലീസായിട്ടാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയൊരു സോങ് പുറത്തു വന്നിട്ടുണ്ട്. മികച്ച അഭിപ്രായങ്ങൾ തന്നെ സോങ്ങിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മികച്ച ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആയിട്ട് മാറുമോ ബദ്രഹേം കുടുംബ യൂണിറ്റ് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെയൊക്കെ അപ്ഡേറ്റ് ആണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏതൊക്കെ സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.